ഹലോ, ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഓണം ഇങ്ങത്തിലെ ചിങ്ങവും ആയി. അപ്പോൾ നമ്മുടെ നാളെ എങ്ങനെ ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങി എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഇന്ന് നമ്മൾ ഇവിടെയാണ്, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരവും പഴയ രാമചന്ദ്രൻ റോഡും ആണ് കവർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇപ്പോ കണ്ടില്ലേ, അവിടെ വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഓണം അല്ലേ, അവരും ഓണത്തിന് വരവേൽക്കാനായിട്ട് അവരുടെ കച്ചവടം പൊടിപൊടിക്കാൻ വേണ്ടിയും അവർ പുതിയ പുതിയ പ്രോഡക്റ്റുകളും സാധനങ്ങളും ഒക്കെ ആയിട്ട് അവരും നിരത്തിറങ്ങിയിട്ടുണ്ട്. കണ്ടല്ലേ, ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നുണ്ട്. എല്ലാവർക്കും, നമുക്ക് തിരുവനന്തപുരത്തെ എല്ലാവർക്കും ഇതൊക്കെ സുപരിചിതമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലില്ലാത്തവരും നമ്മുടെ കൂടെ ഇല്ലേ കാഴ്ചക്കാരായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരും കൂടെ നമ്മുടെ നാട്ടിൽ എന്താണ് കാഴ്ച എന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവരെയും കൂടെ നമുക്ക് ഇതിൽ കൂടെ ഒപ്പം കൂട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ ഓണം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുക പണ്ടേ ഇവിടെയാണ്, നമ്മുടെ സ്വന്തം രാമചന്ദ്രയിലും പരിസരത്തും ഈ കാണുന്ന സ്ഥലങ്ങളിലും ഒക്കെയാണ്. നമുക്ക് ഓണം വന്നു കഴിഞ്ഞാൽ ഓണം ലൈറ്റ് കാണുന്നത് പരിപാടി അങ്ങനെയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഷോപ്പിംഗ് മോളൊക്കെ വന്നപ്പോഴാണ് നമ്മളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറിയത്. മാളിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ആഘോഷങ്ങൾ ചുരുങ്ങിയത്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് നമ്മൾ ഈ വഴിയോരങ്ങളിലും പരിസരങ്ങളും എല്ലാം കണ്ട് എല്ലാ സ്ഥലങ്ങളിലും നോക്കി അങ്ങനെ പോയി കറങ്ങി 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 ആയിരിക്കും നമ്മളെല്ലാം ചൂസ് ചെയ്യുക, അല്ലേ ഫ്രണ്ട്സ്? ഇപ്പൊ തന്നെ കണ്ടിപ്പോ മനസ്സിലായില്ലേ, നമ്മുടെ ഓണത്തിന് വേണ്ടുന്ന സാധനങ്ങളും സാരി ആയിരുന്നാലും ഡ്രസ്സസ് ആയിരുന്നാലും എല്ലാം എല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഷോപ്പുകളും വിപുലമായിട്ട് തന്നെ നമ്മുടെ ഓണത്തെ വരവേൽക്കാനായിട്ട് അവർ റെഡിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളും റെഡിയായി കഴിഞ്ഞു. ഓരോരുത്തരും പർച്ചേസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അങ്ങനെ ഇത് കണ്ടില്ലേ, നമുക്ക് ഇപ്പോ സ്റ്റാളുകളാണ് ഇത്, ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ബാഗിന്റെ സ്റ്റോളുണ്ട്, വാച്ചിന്റെ സ്റ്റോളുണ്ട്, അങ്ങനെ 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 ചെരുപ്പ്, അങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ അവര് ചിലര് പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് സ്റ്റോൾ ഇടുന്നവരുണ്ട്. അല്ലെങ്കിൽ പലതും വെച്ച് ഒരേ രീതിയിൽ തന്നെ ഒരേ ഇതിൽ തന്നെ പല ഇതും കൊണ്ടുവരുന്നവരുണ്ട്. ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഒരു നല്ലൊരു ഷോപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. കാര്യം എന്താ വെച്ചാല് അതിനകത്ത് നല്ല കളക്ഷനുകളും ഞാൻ കണ്ടിരുന്നു. അങ്ങനെയാണ് നോക്കിയത്. ടോയ്സ് ഉണ്ട്, അതിനകത്ത് ഇല്ലാത്തൊന്നുമില്ല. ഫാൻസി ഐറ്റംസ് ഉണ്ട്, പുതിയ മോഡലായിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഞാൻ അതിനകത്ത് കണ്ടു. കുഴപ്പമില്ല. റേറ്റ് ഒക്കെ ഞാനും അന്വേഷിച്ചതാണ്. അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളകൾ കണ്ടു, പണ്ട് നമ്മൾ നന്നായിട്ട് കുപ്പി വളകൾ അങ്ങനെയുള്ള പുതിയ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. പിന്നെ എപ്പോഴോ നമ്മൾ ഇതൊക്കെ മറന്നു. ഇപ്പൊ പിന്നെ വീണ്ടും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുപ്പിവള, പുതിയ പുതിയ വള മോഡലുകൾ. അത് വെറൈറ്റി വെറൈറ്റിയാണ്. കണ്ടോ, അവര് ആ ചെറിയ പരിമിതമായ സ്ഥലത്ത് എന്ത് ഭംഗിയായിട്ടാണ് അവരുടെ ടോയ്സ് ഇരുന്നാല് ഹാങ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതൊരു ജിറാഫാണ്. ടോയ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇത് കണ്ടോ, പൊട്ട്, കമ്മല്, വള, മാല, അങ്ങനെ അങ്ങനെ ഈ അവരുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് അവര് പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വളയ്ക്കും മാലയ്ക്കും കമ്മലിനും ഒക്കെ ഓരോരോ സെക്ഷൻ ആയിട്ടാണ് ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഇതായ രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, അങ്ങനെയൊക്കെ നമുക്ക് പോവാം. ഇത് കണ്ടോ, വാച്ചിന്റെ സ്പേസ് ആണത്. അവിടെ വാച്ച് മാത്രമേ ഷോപ്പിലുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. ഈഗിളിന്റെ ഐയെ വെച്ചിട്ട് അവര് ബാംഗിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ്, അങ്ങനെ അങ്ങനെ നല്ല മോഡൽ രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലൊക്കെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം. എല്ലാവരും അങ്ങനെ ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ കച്ചവടത്തിന് വേണ്ടുന്ന ട്രെൻഡിങ് ഐറ്റംസ് കൊണ്ടുവന്നുകൊണ്ട് അവരവരുടേതായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാം, ഗണപതി അമ്പലമാണ്. അത് നട തുറന്നിട്ടില്ല, സമയമായില്ല. അതാണ് ഫ്രണ്ട്സ്. വേണ്ടോ, നല്ല ഇതുണ്ടായിരുന്നു. തിരക്ക് ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയും ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഈ വഴിക്കൊന്നും വരാനേ പറ്റില്ല. അതിന് മുന്നേ പറ്റുന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞാൻ.
ഇത് ഡ്രസ്സ് ഷോളാണ് കണ്ടോ. അത് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് സൂം ചെയ്തൊക്കെ എടുക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. മോൻ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഫാൻസിയാണ് കണ്ടോ. കണ്ടില്ലേ, ധാവണി സെറ്റ്, കൊച്ചുകുട്ടികൾക്കുള്ള പട്ടുപാവാട, ധാവണി, അങ്ങനെ എന്തൊന്നില്ലതാ ഏത് പ്രായക്കാർക്കും ഒരേപോലെ തന്നെ ആ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് അത്തപ്പൂക്കളോ, അത്തപ്പൂ മാറ്റാണ് അവരത് ഇട്ടിരിക്കുന്ന ഡിസ്പ്ലേ ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് സൈഡിലും വിപുലമായിട്ട് തന്നെ കടകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു, അവരുടെ കച്ചവടങ്ങൾ തുടങ്ങി. എല്ലാവരും പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാർട്ട് മാത്രമാണ്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് ഫുള്ള്. ഇനി ഇത് ബാക്കി കുറച്ചുകൂടി ഉണ്ട്. അതിനി നമുക്ക് അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗേൾസിന്റെ ബോയ്സിന്റെ സെക്ഷനുകളെല്ലാം വെറൈറ്റി മോഡലുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.